ഹലോ, ഇന്ന് ഞാനിവിടെ ചെമ്മീൻ വടയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ ചെമ്മീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് കേട്ടോ ഇന്ന് വട ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, വേപ്പില ചെറുതാക്കി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇതെല്ലാം ഇതിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇത് എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീനെല്ലാം കൂടെ നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം. ഈ മീനിനെ നമുക്ക് ആദ്യം മീൻ മാത്രമായിട്ടൊന്ന് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മീനിനോട് കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഒന്ന് നന്നായി ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മുളക് പൊടി കേട്ടോ. മുളക് പൊടി കാശ്മീരി മുളകും സാദാ മുളകും കൂടെ പൊടിച്ചെടുത്തതാണ്. അത് ഞാൻ ചെറിയ ടീസ്പൂൺ കൊണ്ട് ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ട് എനിക്ക് അത്ര ഒരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ശരിക്കും ഒന്ന് ഒരു യോജിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിലോട്ട് നമ്മൾ ചെറുതായി ഒന്ന് വെള്ളം ഒന്ന് തൂളി കൊടുക്കണം, ഒന്ന് പൊടി ഒന്ന് നനയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കങ്ങനെ നന്നായി മിക്സ് ആയതിന് ശേഷം ഇങ്ങനെ വെക്കാം. നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കൈയൊന്ന് നനച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഇതിലെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇങ്ങനെ കൈ മുട്ടി പിടിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം. ഞാനിങ്ങനെ ഒരു ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലൊന്ന് ഇതാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് വേപ്പില ഞാനൊന്ന് ചൂടാക്കി എടുത്താൽ കേട്ടോ. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും അഭിപ്രായം അറിയിക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.